മമ്മൂട്ടിയുടെ ചിത്രമായ കളങ്കാവൽ കണ്ടവർ ഒരുപക്ഷെ ആ കഥാപാത്രത്തെ അത്ര വേഗം മറക്കാൻ സാധ്യതകളില്ല. ആ വേഷം അറിഞ്ഞപ്പോൾ പലരും ആ ഒറിജിനൽ കഥ അന്വേഷിച്ചു കാണും. ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ കഥ എല്ലാവരും അറിയുകയും മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുകയും ചെയ്യുന്നത് വലിയ സംഭവം തന്നെയാണ്. അതായത് നടന്ന സംഭവത്തെ കുറിച്ചൊരു സിനിമയാകുമ്പോൾ അതാണ് കളങ്കാവൽ. അത്തരത്തിൽ പ്രേക്ഷകർ സിനിമയെ ഏറ്റെടുക്കുമ്പോൾ ആ പടത്തിന്റെ ഭാവി എന്നത് സൂപ്പർ ഹിറ്റ് എന്നത് തന്നെയായിരിക്കും. അത്തരത്തിലാണ് കളങ്കാവൽ മൗത്ത് പബ്ലിസിറ്റി കൊണ്ടും പ്രേക്ഷക നിരൂപക പ്രശംസ കൊണ്ടും ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അതും വെറും ദിവസങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു. മമ്മൂട്ടി പ്രതിനായകനായി എത്തിയപ്പോൾ ഒറിജിനൽ കഥയിലെ മോഹൻ ചെയ്തതും ഇതെല്ലാം ആയിരുന്നോ എന്ന ആശ്ചര്യപ്പെടലിലാണ് ഇത് കാണുന്നവർ. 20ഓളം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ ആഭരണങ്ങൾ കവർന്ന് കുപ്രസിദ്ധനായ സയനൈഡ് മോഹൻ എന്ന മോഹൻകുമാറിന് വധശിക്ഷയാണ് അന്ന് കോടതി വിധിച്ചത്. 20 കൊലക്കേസുകളുള്ള മോഹന് 17ാമത്തെ കേസിലായിരുന്നു ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. പല കേസുകളിലായി 13 ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് അയാൾ. കളങ്കാവലിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മനുഷ്യനെ കൊല്ലുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഡയലോഗും ഇയാളെക്കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളും ഈ കഥാപാത്രം സയനൈഡ് മോഹനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാകാം എന്ന ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ആ കേസുമായി ഇതിന് നേരിട്ട് ഒരു ബന്ധവും ഇല്ല എങ്കിലും ഈ കഥാപാത്രം സയനൈഡ് ഉപയോഗിക്കുന്നുണ്ട്. സയനൈഡ് മോഹന്റെ കഥയല്ല ഇത്, എങ്കിലും അതുപോലത്തെ ഒരു വ്യക്തി ആയിരിക്കാം. നിരവധി യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കഥകൾ ഒരുപാട് പേർ എഴുതാറുണ്ടല്ലോ. ഓരോ സിനിമയും യഥാർത്ഥ സംഭവങ്ങളുടെയും ഫിക്ഷന്റെയും മിശ്രിതമാണല്ലോ. അതിനാൽ കളങ്കാവലിന്റെ അണിയറ പ്രവർത്തകർക്കും ചില യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇതിൽ മമ്മൂട്ടി പ്രതികരിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും നിഷ്ക്രൂരനായ ഒരു സീരിയൽ കില്ലർ അതായിരുന്നു സയനൈഡ് മോഹൻ. വീട്ടിലും നാട്ടിലുമൊക്കെ സൽ സ്വഭാവി എന്ന് പേരെടുത്ത ഒരു അധ്യാപകൻ. എന്നാൽ അയാൾ ചെയ്തു കൂട്ടിയതാകട്ടെ സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങളായിരുന്നു. സ്ത്രീകളെ വശീകരിച്ച ഇഷ്ടവും വിശ്വാസവും കവർന്നതിന് ശേഷം കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യും. ഇതായിരുന്നു മോഹന്റെ രീതി. 2004നും 2009നും ഇടയിൽ കർണാടകയിൽ ഇയാൾ നടത്തിയ കൊലപാതകങ്ങൾ പോലീസിനും പൊതുജനങ്ങൾക്കും പേടി സ്വപ്നമായിരുന്നു. സ്ത്രീധനം നൽകാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ വിവാഹിതരല്ലാത്തവരോ ആയ 22നും 35 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെയായിരുന്നു ഇയാൾ വശീകരിച്ച് കൊലപ്പെടുത്തിയിരുന്നത്. തന്റെ കെണിയിൽ വീണ ഇരകളെ സ്നേഹം നടിച്ച് വിശ്വാസം ഉറപ്പാക്കും. പിന്നീട് ഒരവസരത്തിൽ ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സയനൈഡ് നൽകി കൊലപ്പെടുത്തും. മരണം ഉറപ്പാക്കിയ ശേഷം സ്ത്രീകളുടെ പക്കലുണ്ടായിരുന്ന സ്വർണവും പണവും അപഹരിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ രീതി. ഇത്തരത്തിൽ 20-ലധികം സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിലാണ് സയനൈഡ് മോഹൻ വിചാരണ നേരിട്ടത്. 25 കൊലപാതക കേസുകളിൽ പ്രതിയായ മോഹൻ 20 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. 5 കേസുകളിൽ വധശിക്ഷ ലഭിച്ചെങ്കിലും പിന്നീട് 2 ജീവപര്യന്തമായി കുറഞ്ഞു. 1963 ഏപ്രിൽ 6 കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കന്യാന ഗ്രാമത്തിലായിരുന്നു മോഹൻകുമാർ ജനിച്ചത്. ബിരുദ പഠനത്തിന് ശേഷം 1984 നവംബറിൽ സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. സ്ഥിരമായി ഹാജരാകാത്തതിന്റെയും മോശം പെരുമാറ്റത്തിന്റെയും പേരിൽ പലപ്പോഴും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾ. 1987 മേരി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും മതം മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് മഞ്ജുള, ശ്രീദേവി എന്നീ 2 സ്ത്രീകളെ കൂടി ഇയാൾ വിവാഹം കഴിച്ചു. ഇയാൾക്ക് 2 ഭാര്യമാരിലുമായി 4 മക്കളാണുള്ളത്. എന്നാൽ മോഹന്റെ കുറ്റകൃത്യങ്ങളുടെ കഥകൾ പുറത്തു വരുന്നത് വരെ ഭാര്യമാർ പരസ്പരം അറിയുകയോ ഇയാളുടെ ചെയ്തികളെ കുറിച്ച് അറിയുകയോ ചെയ്തിരുന്നില്ല. മോഹൻകുമാർ സ്ത്രീകളെ വഞ്ചിക്കുകയും കൊള്ളയടിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതി 2000ന്റെ തുടക്കത്തിലാണ് ആരംഭിച്ചത്. താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ള സ്ത്രീകളെയായിരുന്നു ഇയാൾ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. ബസ് സ്റ്റാൻഡുകളിലും മറ്റു പൊതു ഇടങ്ങളിലുമാണ് ഇയാൾ ഇരകളെ തിരയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനായി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇയാൾ ഇരകളെ സമീപിക്കും. സംഭാഷണത്തിലൂടെ അവരുടെ ജാതി തിരിച്ചറിഞ്ഞ ശേഷം താനും അതേ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് വിശ്വാസം നേടിയെടുക്കും. യഥാർത്ഥ പേര് ഉപയോഗിക്കാതെ ആയിരുന്നു ഇയാളുടെ ഈ കുറ്റകൃത്യങ്ങളെല്ലാം. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒളിച്ചു പ്രേരിപ്പിക്കും. വിവാഹത്തിന് ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും കൊണ്ടുവരാൻ ആവശ്യപ്പെടും. മൈസൂർ, ബാംഗ്ലൂർ, ഹാസൻ, മടിക്കേരി തുടങ്ങിയ ദൂര സ്ഥലങ്ങളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും. വിവാഹ തലേന്ന് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു ലോഡ്ജിൽ താമസിപ്പിക്കും. വിവാഹത്തിനായി അമ്പലത്തിലേക്ക് പോകും മുൻപ് ആഭരണങ്ങൾ ലോഡ്ജ് മുറിയിൽ അഴിച്ചു വെക്കാൻ ആവശ്യപ്പെടും.
വഴിയിൽ വെച്ച് ഗർഭനിരോധന ഗുളികകളാണ് ഇതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സയനൈഡ് ഗുളിക നൽകും. അല്ലെങ്കിൽ ഇത് കഴിക്കാനുള്ള വെള്ളത്തിൽ സയനൈഡ് കലർത്തി നൽകും. ഇത് കഴിച്ചാൽ ഉടൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഈ യുവതികളെ ലേഡീസ് വാഷ്റൂമിലേക്ക് പറഞ്ഞയക്കും. ഗുളിക കഴിച്ച സ്ത്രീ തളർന്നു വീഴുമ്പോൾ ഇയാൾ ലോഡ്ജ് മുറിയിലേക്ക് തിരികെ എത്തി ആഭരണങ്ങൾ എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടും. സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേനയാണ് ഇയാൾ സയനൈഡ് വാങ്ങിയിരുന്നത്. 2009 അനിത മല്യ എന്ന യുവതിയുടെ കൊലപാതകം വിവാദമായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അന്വേഷണം ശക്തമാക്കിയത്. 2009 ഒക്ടോബർ 21 മോഹൻകുമാർ പോലീസ് പിടിയിലായി. അന്വേഷണത്തിനിടെ 2004 2009 ഇടയിൽ താൻ അനിതയെ അടക്കം 19 സ്ത്രീകളെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയതായി ഇയാൾ സമ്മതിച്ചു. ആദ്യം 32 സ്ത്രീകൾ എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 19 സ്ത്രീകളെയാണ് കൊലപ്പെടുത്തിയത് എന്ന് സമ്മതിച്ചത്. മോഹന്റെ മൂന്നാം ഭാര്യയായ ശ്രീദേവിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വലിയ അളവിൽ സയനൈഡ് പൊടിയും മറ്റ് തെളിവുകളും പോലീസ് കണ്ടെടുത്തിരുന്നു. ഇതോടെയാണ് സയനൈഡ് മോഹൻ എന്ന പേരിൽ കുപ്രസിദ്ധനായത്. 2020 ജൂൺ 24 ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത 20ാമത്തെ കൊലപാതക കേസിൽ മംഗളൂരിലെ കോടതി മോഹന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കേസിൽ തനിക്കുള്ളത്ര ധാരണ അഭിഭാഷകൻ ഉണ്ടാകില്ലെന്നും സ്വയം വാദിക്കാൻ അനുവദിക്കണമെന്നുമുള്ള അഭ്യർത്ഥന കോടതി അംഗീകരിച്ചിരുന്നു അന്ന്. കോടതിയിൽ സ്വയം വാദിച്ച് വധശിക്ഷയിൽ നിന്ന് മോചിതനായ ചരിത്രവുമുണ്ട് ഈ കുപ്രസിദ്ധ കുറ്റവാളിക്ക്. 2017 ഒക്ടോബറിൽ കോടതിയിൽ മറ്റാരുടെയും സഹായമില്ലാതെ തന്റെ വാദങ്ങൾ മോഹൻ അവതരിപ്പിച്ചു. വ്യക്തമായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതി അന്ന് വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. 2009 മംഗളൂരു ബണ്ട്വാൾ സ്വദേശിനി അനിതയെ കൊലപ്പെടുത്തിയ കേസിലെ വധശിക്ഷയും ഹൈക്കോടതി ജീവപര്യന്തമായി ഇളവ് ചെയ്തു നൽകി. കോടതിയിൽ സ്വയം ഹാജരായി പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷികളെയും ചോദ്യം ചെയ്യുമായിരുന്നു മോഹൻ. ഒരു കെമിക്കൽ വ്യാപാരിയിൽ നിന്ന് സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേന വാങ്ങി സൂക്ഷിച്ച സയനൈഡാണ് പലപ്പോഴായി പാവപ്പെട്ട സ്ത്രീകളെ വശീകരിച്ച് ജീവനൊടുക്കാൻ മോഹൻ ഉപയോഗിച്ചത്. ഔദ്യോഗികമായി 3 തവണ ഇയാൾ വിവാഹിതനായിട്ടുണ്ട്. ഇരകളെ കണ്ടെത്തുന്നതിലും ഇല്ലാതാക്കുന്നതിലും ഹരം കണ്ടെത്തിയ മോഹൻ താൻ ചെയ്ത ഒരു കൊലപാതകങ്ങളിൽ പോലും പശ്ചാത്തപിച്ചിട്ടില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെയും നീതിപീഠത്തെയും ഒരുപോലെ ആശ്ചര്യപ്പെടുത്തിയത്.